പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 139 സങ്കീർത്തനം. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു വലിയ അരങ്ങേറ്റം നടക്കുന്നതിൻ്റെ ഓർമ്മയുണ്ട്. ബോബി അച്ഛൻ്റെയാണ്. ഓർമ്മപ്പെടുത്തൽ വല്ലാത്തൊരു ഭാരം തരുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ കച്ചേരിയുടെ അരങ്ങേറ്റമാണ്. അവനവിടെ പാടിത്തുടങ്ങുന്നുണ്ട്. വളരെ മനോഹരമായി പാടുന്നു. എല്ലാവരും കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. കച്ചേരി കഴിയുമ്പോഴും അവൻ്റെ കണ്ണിൽ ഇങ്ങനെ വല്ലാത്തൊരു സങ്കടം നിഴലിക്കുന്നുണ്ട്. അവൻ്റെ മുഖമിങ്ങനെ തെളിഞ്ഞിട്ടില്ല. കാരണം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഏറ്റവും പുറകിലായി എന്നെ ഇത് പഠിപ്പിച്ച ഗുരു ഇരിക്കുന്നുണ്ടായിരുന്നു. ആള് കൈയടിക്കുന്നത് കണ്ടില്ല, ആളുടെ മുഖം പ്രസന്നമാകുന്നത് കണ്ടില്ല. പിന്നെങ്ങനെയാണ് എനിക്ക് സന്തോഷിക്കാൻ കഴിയുക? കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. പുറമൊക്കെ ബാക്കിയുള്ളവർ കാണുമ്പോഴൊക്കെ ഭംഗിയാണ് നമ്മുടെ ജീവിതം. എത്ര നല്ലതാണെന്നവർ നമ്മളെ പ്രശംസിക്കുന്നുണ്ട്. എത്ര സന്തോഷത്തോടെയാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നതെന്ന് മറ്റുള്ളവർ അസൂയയോടുകൂടെ നമ്മളെ നോക്കി പരസ്പരം പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ അങ്ങനെയല്ലല്ലോ. ദൈവം പരിശോധിക്കുമ്പോൾ, കർത്താവ് എൻ്റെ കുടുംബത്തിലേക്ക് വന്ന് ഇടപെട്ട് കഴിയുമ്പോൾ ശരിക്കും പുറത്ത് കാണുന്നതല്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ടല്ലോ. അവിടെ നിന്നിട്ട് വേണം ഇന്നത്തെ സുവിശേഷം വായിക്കാനായി. അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, അന്ധനായ ഫരിസേയ, പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യം അകം ശുദ്ധിയാക്കുക. എല്ലാ തിന്മകളും ഉള്ളിൽ നിന്ന് വരുന്നു എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഉള്ളു ശുദ്ധമാവാത്തിടത്തോളം കാലം നമുക്ക് മനുഷ്യരെ പറ്റിക്കാനായേക്കും. നടന്നിട്ടുള്ള പല ആത്മഹത്യകൾക്കും പിറകിൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഇല്ലാത്തൊരു മതിപ്പ്, ഇല്ലാതായിപ്പോയൊരു മതിപ്പാണെന്ന് ഓർക്കണം. അവർക്ക് അവരെക്കുറിച്ച്, പുറത്തുള്ള മനുഷ്യരൊക്കെ എന്തൊക്കെ നല്ലതാണെന്ന് ഇവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ. നല്ലത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്തിനാണ് അയാൾ ആത്മഹത്യ ചെയ്തത്? അയാൾക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ചില പോരായ്മകൾ വല്ലാതെ വേട്ടയാടി തുടങ്ങുമ്പോൾ, വല്ലാതെ ഹോണ്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെ പിന്നെ വേറെ വഴിയില്ലാതെ ചെയ്തു പോകുന്ന ആത്മഹത്യകൾ. കുമ്പസാരമൊക്കെ അങ്ങനെയാണ് നമ്മളെ ബലപ്പെടുത്തി തുടങ്ങണത്. എനിക്കും ദൈവത്തിനും മാത്രം ഇടയിലുള്ള അറിയാവുന്ന എൻ്റെ ചില ബലഹീനതകൾ, കാലങ്ങളായിട്ടുള്ള തഴക്കദോഷങ്ങളൊക്കെ ഞാനിങ്ങനെ ചെന്ന് പേർത്ത് പറയുന്ന നേരത്ത് അവിടെ നിന്നൊരു സ്വരമുണ്ടാവുന്ന, സാരമില്ല മോനെ, നിൻ്റെ പാപങ്ങളൊക്കെ പുറത്തിരിക്കുന്നു, സമാധാനത്തിൽ പോക്ക്, ഇനി ചെയ്യാതിരിക്കാൻ നോക്ക്. എന്തൊരു ആശ്വാസവും ബലവുമായിട്ടാണ് മനുഷ്യർ തിരിച്ചു പോകുന്നത്. വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ വലിയ ശക്തിയാണിത്. ഉള്ളം ശുദ്ധമാക്കപ്പെടുന്നതിൻ്റെ കരുത്തിനെ കുറിച്ചാണ് പറയണേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ശരിക്കും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഒരു പ്രശംസ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് അങ്ങയുടെ മുഖം പ്രസാദിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു വിശുദ്ധീകരണം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം അതാണ് പറയണത്. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ആളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങളും അതിശയിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് പിന്നെ നടക്കണതെന്നറിയണം. പ്രിയപ്പെട്ടവർ, ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളു ശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റിക്കാൻ എളുപ്പമെന്നേ. ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലും വേണമെങ്കിലും മനുഷ്യരെ പറ്റിച്ച് മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമാണ്. വിശുദ്ധനായിട്ടുള്ള ഒരാൾ, വിശുദ്ധയായിട്ടുള്ള ഒരാൾ, എന്തൊരു നന്മ നിറഞ്ഞൊരു മനുഷ്യൻ, എന്തൊരു കനിവുള്ള ഒരാൾ, എത്രമാത്രം ജെന്റിലായിട്ടുള്ളൊരു മനുഷ്യൻ എന്നൊക്കെ മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട്, അവരെ വിശ്വസിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഓർക്കണം, കർത്താവ് കാണുന്നുണ്ട്. എൻ്റെ രഹസ്യ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ള് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങിറങ്ങി വരണമേ. പരമപരിശുദ്ധിയുടെ വിളനിലമായ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വാസമായി ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ തിന്മകളിൽ നിന്നും വിശുദ്ധീകരിക്കാൻ മനസ്സുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ വിശുദ്ധിയുടെ മുൻപിൽ നിന്ന് കരം കൂപ്പി കണ്ണീരൊഴുക്കി ഞങ്ങളുടെ ജീവിതം ഒന്ന് വിശുദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തരണമേ, താഴ്മ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞില്ലേ, അവിശുദ്ധീകരിക്കപ്പെട്ടിരുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്, ആശീർവാദമുണ്ട്.
വിശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹമെങ്കിലും ഉള്ളിൽ നിറച്ചുകൊണ്ട് പരമപരിശുദ്ധനായ കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് ആശീർവാദത്തിനായി മുട്ടുകൾ മടക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടയിൽ ഒരാൾക്ക് സ്ഥാനം കൊടുത്ത വിധത്തില് ഇങ്ങനെ മോശമായി പോയ ഭാര്യാഭർത്തൃ ബന്ധമടക്കം, മുറിയൊന്ന് തുറന്നിട്ട് കിടക്കാൻ പറ്റാത്ത വിധത്തില് ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങളടക്കം, പാസ്വേഡ് ഇല്ലാതെ മൊബൈലൊന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വയ്ക്കാൻ പറ്റാത്ത ആ വലിയ നമ്മളുടെ രഹസ്യങ്ങളടക്കം വിശുദ്ധീകരിക്കപ്പെടാനുണ്ടെന്ന്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്. അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടാനായി പരമപരിശുദ്ധനായവൻ്റെ സാന്നിധ്യം അപേക്ഷിച്ചുകൊണ്ട് നമുക്കുറങ്ങാനായി പോകാം. സ്വർഗം നമ്മളെയും കുടുംബത്തെയും ആശീർവാദം കൊണ്ട് വിശുദ്ധീകരിക്കുമാറാവട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.